പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒത്തിരി ദിവസങ്ങളായിട്ട് വീഡിയോകളൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ തിരൂര് ഏഴൂരുള്ള ഒരു സൈറ്റിന്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ഈ കല്ല് ക്ലീൻ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ അപ്പുറത്തിൽ. അപ്പോൾ അവിടെ ഓൾറെഡി വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ അതിന്റെ വിശദമായിട്ടൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. ഒരുപാട് സ്റ്റോണിന്റെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ചെയ്ത 2-3 വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനുണ്ട്. മറ്റ് ഗ്രാസ് നമ്മുടെ ലോണിന്റെ ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ വർക്കുകളും കാര്യങ്ങളും കുറച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോകളൊന്നും അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ ഇതെന്തായാലും താണ്ടൂർ സ്റ്റോൺ ചെയ്ത ഒരു വീഡിയോ ആണ്. 2x1.5 ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ കാണുക. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മൾ ഇത് കണ്ടിട്ട് നിങ്ങൾ താണ്ടൂർ സ്റ്റോൺ ഇങ്ങനെയാണ് എന്ന് വിലയിരുത്തരുത്. കല്ലൊരിക്കലും ക്ലീൻ ചെയ്തിട്ടില്ല. അവിടെ എംസാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാത്ത് കാണാം. ഞാൻ ജസ്റ്റ് ആ വീടിന്റെ ഒരു മോഡലിന് അനുസരിച്ച് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, നമ്മൾ കല്ല് വിരിക്കുന്നതിന് മുൻപുള്ള വീഡിയോ ആണിത്. അതിമനോഹരമായ വീടാണ്. അതിന് മാച്ചായ പെയിന്റിംഗ് ആണ്. ആ പെയിന്റിങ്ങിന് മാച്ചായ കല്ലാണ്. ചില ഭാഗങ്ങളിൽ മണ്ണിടാനുണ്ടായിരുന്നു. ഇട്ടതിന് ശേഷം നമ്മൾ വൈബ്രേറ്റർ മെഷീൻ അടിച്ച് താഴ്ത്തിയിട്ടാണ് അവിടെ ചെയ്തത്. കാരണം മണ്ണ് ലൂസിൻ്റെ പ്രതലായിരുന്നു ചില ഭാഗങ്ങളൊക്കെ. നമ്മൾ ചെയ്യുന്ന വീടുകളിൽ 90% നല്ല ടൈറ്റുള്ള ഏരിയ തന്നെയാണ് ആവാറുള്ളത്. പക്ഷേ ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ മണ്ണ് താഴ്ന്നു പോകുന്നുള്ള ഭയം കൊണ്ട് നമ്മൾ വൈബ്രേറ്റർ യൂസ് ചെയ്തു. നമ്മളല്ല, കസ്റ്റമർ തന്നെ വൈബ്രേറ്റർ ഞങ്ങളോട് വാങ്ങിക്കാൻ പറഞ്ഞു. അതിൻ്റെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ അവരെടുത്ത് അങ്ങനെയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഈ പോർച്ചിനകത്തും ആ ചെറിയൊരു ഗേറ്റിനകത്തും മാത്രമാണ് അവർ ടൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതും സെയിം കളർ തന്നെ, നമ്മുടെ താണ്ടൂർ സ്റ്റോണിനോട് മാച്ച് ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് മനോഹരമായൊരു വീടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ താണ്ടൂർ സ്റ്റോൺ വിരിച്ച് കഴിഞ്ഞപ്പോഴുള്ള വീഡിയോ നോക്കൂ. ഫ്രണ്ടിൽ മുൻഭാഗത്ത് 2 ലൈന്, ഗേറ്റിൻ്റെ അവിടെ 2 ലൈന് കോബിൾ വെച്ചിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു ഗേറ്റിൻ്റെ അവിടെ 4 ലൈൻ 5 ലൈന് കോബിൾ അവിടെയും വെച്ചിരുന്നു. പിന്നെ ബാക്കിയൊക്കെ 2x1.5 45-50 mm ആണ് ഫ്രണ്ടിൽ വിരിച്ചത്. ബാക്ക് സൈഡ് ആണെങ്കിൽ നമ്മൾ 30 mm സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് വിരിച്ചത്. അപ്പോൾ അടുപ്പിച്ച് വെക്കാൻ പറ്റില്ല, കാരണം അവിടെ ഗ്രാസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത്ര ഭംഗി തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 3/4 ഇഞ്ച് ഗ്യാപ്പാണ് നമ്മളെടുത്ത്. ഞാൻ പറഞ്ഞു, ഈ വീടിനകത്ത് നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. സ്റ്റോൺ വർക്ക് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല. ഓൾറെഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സൈറ്റാണ്. അപ്പോൾ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ ലോൺ വരുന്ന ഏരിയയാണ്. പേൾ ഗ്രാസ് ആണ് വെക്കുന്നത്, ചെടികൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ എല്ലാ പണികളും കഴിഞ്ഞതിന് ശേഷം പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ വീടുമായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് തോന്നി. ഒരുപാട് ബാംഗ്ലൂർ ഷോ ഉണ്ട്, 2-3 വീഡിയോകൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് പണി കഴിഞ്ഞിട്ടില്ല. ഓരോ പണികളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്തതായിരിക്കും. ഇവിടെ നമുക്ക് മെഷർമെൻറ്റിൽ വന്ന ചെറിയൊരു പ്രശ്നം കൊണ്ട് 2 പ്രാവശ്യം നമുക്ക് കല്ലിറക്കേണ്ടി വന്നു. പിന്നീട് 2ാമത്തെ പ്രാവശ്യം കല്ല് വരാൻ വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്തു. ഏതായാലും വളരെ നല്ല ഒരു ഫാമിലി ആയതുകൊണ്ട് അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ ഗൾഫിലാണ്. ഇപ്പോൾ തൽക്കാലം ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വാട്ടർ സോപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്തു. കുറച്ചൊക്കെ മാനുവലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത് ആ തിരൂരുള്ള വീട്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഇത് വളരെ മനോഹരമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ സൈഡിൽ നമ്മുടെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ഗേറ്റ് ഉണ്ട്. അതിൻ്റെ ഭാഗത്തായിട്ട് നീളത്തിലും ഒരു 4 അടി 5 അടിയോളം വീതിയിൽ നമുക്ക് പേൾ ഗ്രാസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം മനോഹരമായിട്ട് ഈ വീടിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ഇതാണ് താണ്ടൂർ സ്റ്റോൺ അങ്ങനെ വിചാരിക്കരുത്. താണ്ടൂർ സ്റ്റോൺ ആണെങ്കിലും ബാംഗ്ലൂർ സ്റ്റോൺ ആണെങ്കിലും നല്ല കല്ലുകൾ തന്നെയാണ്. കുറച്ചിരി കൂടിയും ബെറ്റർ എന്താ വെച്ചാൽ ഗ്രാനൈറ്റ് തന്നെയാണ്. അതെന്തായാലും ഒരു ലൈം സ്റ്റോൺ അല്ലാത്തതുകൊണ്ട് അതിന് കുറച്ചുകൂടെ പ്രത്യേകതകൾ ഉണ്ടാവും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.